പടം കണ്ടായിരുന്നു പടം കണ്ടായിരുന്നു പടം കണ്ടായിരുന്നു എങ്ങനെയുണ്ടെന്ന് എങ്ങനെയുണ്ടെന്ന് പടം നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന നല്ലൊരു മൂവിയാണ്. പൃഥ്വിരാജ് പടം മുന്നോട്ട് കൊണ്ടുവന്നു അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പോയിട്ടുണ്ട്. പരസ്യരാജനാണെങ്കിലും എല്ലാവരും അടിപൊളിയായിട്ട്. എങ്ങനെയാണ് ബ്രോ? വിജയുടെ എങ്ങനെയുണ്ട് പടം? എങ്ങനെയാണ്? എങ്ങനെയാണ്? ഹാപ്പി അല്ലേ? പൊളി പൊളി അടിപൊളി. അനശ്വര അടുത്ത ഹിറ്റ് അടിച്ചിട്ടിരിക്കുന്നത് എന്തായിരുന്നു പ്രതികരണം? ഭയങ്കര സന്തോഷമുണ്ട്. ഭയങ്കര ഹൈയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. പടം കണ്ടിട്ട് ക്ലൈമാക്സ് ഒക്കെ കണ്ടിട്ട് മൊത്തം അവരെ വിളിച്ചിട്ട് എന്തായിരിക്കും ആദ്യം പറയാ? നമ്മള് പൊളിച്ചിരുന്നില്ല. നിഖില അടിപൊളിയായിട്ടുണ്ട് ചെയ്തിട്ടുണ്ട്. അതെ, എല്ലാരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നിഖിലേഷ് എല്ലാരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓടെ അപ്പൊ എല്ലാരും പടം ബാക്കി കാണാത്തവർ പോയി കാണാം. എന്റെ കല്യാണമാണ്. എല്ലാരും വരണം. ഓക്കെ ശരി. എങ്ങനെയുണ്ടായിരുന്നു? ഹാപ്പി അല്ലേ? ഇതിൽ ഓക്കെ ഹാപ്പി അല്ലേ? എല്ലാരും കൈയടി വയ്ക്കുന്നത് എല്ലാം അടിപൊളി. പടം കണ്ടായിരുന്നു? അടിപൊളിയാണ്. കുറെ ആൾക്ക് ശേഷം കുറെ ചിരിക്കാൻ പറ്റി. കയ്യടി ബഹളമായിരുന്നു. എന്താ പറയാ, ജയജയക്ക് ശേഷം വിപിൻദാസിന്റെ കിട്ടില്ല പടം. ഒന്നും പറയാനില്ല. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രം കണ്ടു. പൃഥ്വിരാജ് എങ്ങനെയുണ്ട്? പൃഥ്വിരാജ് പൊളിച്ച് അഴിഞ്ഞാട്ടമാണ്. എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തില്? മീൻസ് ഹാപ്പി അല്ലേ? പിന്നെ എങ്ങനെയുണ്ടായിരുന്നു? പറഞ്ഞോ പറ. വേറെ ഒന്നുമില്ല. പുള്ളി പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു? പുള്ളിയുടെ എങ്ങനെയുണ്ടായിരുന്നു? ടീച്ചർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ലൈക്ക് അമ്പലം സെറ്റിട്ടാന്നൊക്കെയാ പറയുന്നത്. അപ്പം സിനിമ കണ്ടപ്പോൾ എങ്ങനെയുണ്ട്? മലയാളി ഫ്രം ഇന്ത്യയിൽ എനിക്കത്ര ഇതായില്ല. ഇതിൽ അമ്പലത്തിൽ ഇത്ര വല്ലതാണെന്ന് തോന്നുന്നു. ശരിക്കും തോന്നുന്നു. നല്ല ഫാമിലിയായിട്ടൊന്നും കാണാൻ പറ്റിയ സിനിമ ഇനി കാണാനുള്ള പ്രേക്ഷകരോട് ഇങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ജയിക്കാൻ അല്ലെങ്കിൽ നമുക്ക് എന്തൊരു ഫീലാണ് കണ്ടു കഴിയുമ്പോൾ കിട്ടുന്നത്. നല്ലൊരു ഹാപ്പിയാണ്. അതിൻ്റെ ഒരു ഡേ തന്നെ ഹാപ്പി ആയിരിക്കും. ഫീൽ ഗുഡ്. ഇന്നത്തെ കാലഘട്ടത്തിൽ അതിൻ്റെ ലിമിറ്റേഷൻ എത്ര നമുക്ക് പറയാൻ പറ്റില്ല. ഇങ്ങനെയാണ് ഇപ്പോൾ ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ നല്ല സിനിമ ആൾക്കാർ പോയി കാണും. അതിൽ പെട്ടെന്ന് പടമാണ്. ചിലപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറയുന്നില്ല, ചിലപ്പോൾ റെക്കോർഡായിരിക്കും. പറയാൻ പറ്റില്ല. സംഭവമാണ് പടം. ഒരു തവണ ഒന്നുകൂടി കാണാൻ തോന്നുമോ പടം? ലൈക്ക് ക്ലൈമാക്സ് സെറ്റൊക്കെ എങ്ങനെയാണ്? ഗുരുവായൂരല്ലേ നമ്മൾ ഈ ആടുജീവിതം ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് റിലീസ് ചെയ്താൽ അത് കഴിഞ്ഞിട്ട് പൃഥ്വിരാജിൻ്റെ ഒരു ചേഞ്ച് ആകുമ്പോൾ എന്താണ് ഫീൽ ചെയ്യണത്? ശരിക്കും എങ്ങനെയുണ്ടായിരുന്നു? ഫ്രണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും മൊത്തത്തിൽ ഈ പൃഥ്വിരാജിൻ്റെ ഒക്കെ ഈ ആടുജീവിതം കഴിഞ്ഞിട്ടൊരു പെട്ടെന്നൊരു ചേഞ്ച് ഓവറല്ലോ വന്നേക്കുന്നത്. ബേസിൽ ജോസഫൊക്കെ അടിപൊളി. എൻജോയ് ചെയ്ത് ഫുൾ ടൈം.